ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏഷ്യ 1:12-13 വാക്യങ്ങൾ. നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചതാർ. ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസ്യയും ശാബത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവവും എനിക്ക് സഹിച്ചുകൂടാ. 10 വാക്യത്തിൽ സോദോം അധിപതികളെക്കുറിച്ച് പറയുന്നു. ഗോമോറ ജനത്തെക്കുറിച്ചും. സോദോം ഗോമോറയുടെ പാപമെങ്കിലമായ ജീവിതം ആണ് അവരിൽ അഗ്നി വർഷിച്ചത്. അവരോട് താരതമ്യപ്പെടുത്തിയല്ലേ യഹൂദജനത്തിന് ശ്വാസം കൊടുക്കുന്നത്. കർത്താവ് തൻ്റെ ശുശ്രൂഷ കാലത്ത് കബർദഹൂമിനെ ശാസിക്കുന്നുണ്ട്. സ്വർഗത്തോളം ഉയർന്ന കബർദഹൂമേ, നീ പാതാളം വരെ താണുപോകും. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീനോയിലും നടന്നിരുന്നെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. വായിച്ച വാക്യം അന്വർത്ഥമാക്കുന്നുണ്ടോ ഈ കോവിഡിന്റെ കാലത്ത്? നമ്മുടെ ആരാധനാലയങ്ങൾ അടഞ്ഞു കിടക്കുന്നു. അശുദ്ധിയും ആത്മതവനും ഇല്ലാത്തതുമായ അവരുടെ ഹോമയാഗവും ശാബത ആചരണവും സഭായോഗവും വെറുക്കുന്നതായി ദൈവത്തിന്റെ വചനം പ്രവാചകൻ ഉദ്ഘോഷിക്കുന്നു. ഈ അധ്യായം മുഴുവൻ യഹൂദരുടെ പാപത്തിന്റെ പെരുപ്പം വിവരിക്കുന്നുണ്ട്. ആത്മീയമായ ചത്തതോ പുഴുത്തതോ നിർജീവമായ ഒരു അവസ്ഥ. കടലിൽ ഉപ്പുവെള്ളമാണ്. ജീവനോടുള്ള മത്സ്യത്തിൽ ഉപ്പ് കയറില്ല. ചത്താൽ കയറിയിരിക്കും തീർച്ച. നദിയിൽ വെള്ളം പറ്റിയാൽ കടലിൽ നിന്ന് ഒരു വെള്ളം കയറും. പിന്നെ അത് ഉപയോഗശൂന്യമാണ്. ഇന്നലത്തെ വാർത്തയിലുണ്ടായിരുന്നു, പൊക്കാളി കൃഷി ചെയ്തെടുത്ത് ഒരു വെള്ളം കയറി കൃഷി നശിച്ചു എന്ന്. ഈ ഒരു അവസ്ഥ യഹൂദജനത്തിൽ ദൈവം കാണുന്നു. ഇന്ന് നമ്മിൽ അത് കാണുന്നുണ്ടോ? പ്രവാചകൻ പറയുന്നു, അങ്ങനെ ഒന്നും ഉൾക്കൊള്ളുവാൻ മനസ്സില്ലാത്ത പുതിയ തലമുറ ദൈവത്തെ മറക്കുന്നു. പഴയതും വ്യത്യസ്തമാണ്. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അനാഥരെയും ഉപദേശിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. വണ്ടിക്കാളെ ഉപദ്രവിക്കുന്ന പോലെ അവരെ വളർത്തിയ മാതാപിതാക്കന്മാരെയും ഗുരുക്കന്മാരും നിന്ദിക്കുന്നു. ആലസ്യവും അഹങ്കാരവും അഴിമതിയും അച്ചടക്കമില്ലാത്തയും സമൂഹത്തിന് മൂല്യശോഷണം സംഭവിക്കുന്നു. ഒന്നും ഉൾക്കൊള്ളുവാൻ ഒരുവനും മനസ്സില്ല. അതിന് പരിഹാരം യേശയ്യ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. ദൈവാത്മാവിൽ നിങ്ങൾ നിങ്ങളെ കഴിപിടിപ്പാക്കുവേൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കളവേൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവേൻ. നന്മ ചെയ്യുവാൻ പഠിപ്പീൻ. പീഡിപ്പിക്കുന്നവന് സൽബുദ്ധി ഉപദേശിച്ചു കൊടുക്കുവേൻ. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് പാവമാണ്. ഇന്ന പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ തിരിഞ്ഞു നോട്ടം നടത്താം. ദൈവം നമ്മെയും നമ്മുടെ ഹൃദയങ്ങളെയും അറിയുന്നവനാണ്. അവൻ്റെ മുമ്പിൽ നിന്നും ഒന്നും മറയ്ക്കുവാൻ കഴിയുന്നതല്ല. പ്രാർത്ഥിക്കാം. ഞങ്ങളെ ശുദ്ധീകരിച്ച് വെണ്മയാക്കണമേ പൊന്നുനാഥ. മുടിയനായ പുത്രനെ പോലെ ഒരു തിരിച്ചുവരവ് അവിടുന്ന് ആഗ്രഹിക്കുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് നിരാശജനകമായി ഭവിക്കരുത്. ഒരു പുതുക്കപ്പെട്ട സൃഷ്ടിയായി തീരുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ സമൂഹത്തെയും കുടുംബത്തെയും രാഷ്ട്രത്തെയും ഒരുക്കണമേ. പുത്രപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.